ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഇസ്രായേൽ പോകുന്നിടത്തെല്ലാം ഈ പെട്ടകം ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു, ഇത് വിഗ്രഹാരാധനയാണോ? കർത്താവിൻ്റെ പേടകം ഫിലിസ്തീർ കൈവശപ്പെടുത്തുകയും അവിടുത്തെ ജനങ്ങൾ കുരുക്കളാലും എലികളാലും കഷ്ടപ്പെട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ സ്വർണ്ണ എലികളും സ്വർണ്ണ കുരുക്കളും ഉണ്ടാക്കി പേടകത്തോടൊപ്പം ഇസ്രായേൽക്കാർക്ക് തിരിച്ചു നൽകിയത് തെറ്റായിരുന്നു? തീർച്ചയായിട്ടും തെറ്റായിരുന്നു. ഈ ചോദ്യം സ്ഥിരം ക്യാപ്സ്യൂൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഇതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് വിജാതീയരായ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഫിലിസ്തീർ എന്ത് ചെയ്തു? അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? ഈ പെട്ടകം അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർക്കത് അപകടമായി, പ്രശ്നമായി. അവരെ നശിപ്പിക്കാൻ, അവരെ പ്രശ്നത്തിലേക്ക് അകറ്റാൻ ചില എലികളും ചില കുരുക്കളും അവരെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെട്ടകം തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ, ഈ പെട്ടകം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ ചെയ്തൊരു പ്രവൃത്തി ഇതായിരുന്നു. അവർ കുരുക്കളെ കൊണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്വർണം കൊണ്ട് എലികളെ ഉണ്ടാക്കി ഇസ്രായേലിന് തിരിച്ചു കൊടുത്തു. ഇത് തെറ്റാണോ എന്ന് ചോദിക്കുന്നത്. ദൈവം വ്യക്തമായി നിയമാവർത്തന പുസ്തകത്തിൽ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, വിജാതീയർ ആരാധിക്കുന്നത് പോലെ നിങ്ങൾ ആരാധിക്കരുത്. അവരുടെ അറിവില്ലായ്മയാണ് അവർ ചെയ്തത്. തിരിച്ചു കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? സ്വർണം കൊണ്ട് എലികളെയും കുരുക്കളെയും ഉണ്ടാക്കി കൊടുത്തു. തീർച്ചയായിട്ടും അത് ശരിയല്ല എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാതിരിക്കുക. ഇനി അവർ കുരുക്കൾ ചെയ്തതുകൊണ്ടും അല്ലെങ്കിൽ എലികളെ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിക്ക് അതൊരിക്കലും ചേർന്നതല്ല എന്ന് വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ വാല്യുബിൾ അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദാവീദ് പെട്ടകത്തിൻ്റെ മുമ്പിൽ ആരാധിച്ചത് ശരിയാണോ തെറ്റാണോ? തീർച്ചയായിട്ടും ഞാനവിടെ പറഞ്ഞിട്ടില്ല ദാവീദ് ആരാധിച്ചത് തെറ്റാണെന്ന്. അപ്പോൾ അതിനൊന്നും ചോദ്യത്തിന് ഉത്തരം അർഹിക്കുന്നില്ല. കർത്താവിൻ്റെ പേടകം ഹിത്തിനായ ഒബേദോദോം എടുത്തു വെച്ച് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ഒബേദോദോമിനെ അനുഗ്രഹിച്ചത് തെറ്റാണോ? തീർച്ചയായിട്ടും തെറ്റല്ല. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഒബേദോദോം എന്താണ് കണ്ടത് എന്ന് വ്യക്തമാണ്. അവിടുത്തെ വ്യക്തമായ വിശേഷങ്ങൾ ഞങ്ങൾ വേറെ വീഡിയോകളിലൂടെ ചെയ്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ചുരുക്കമായിട്ടൊന്ന് പറയുക. അതായത് ഉസ ആ പെട്ടകത്തെ അത് ചരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉസ ഓടി വന്ന് അതിനെ പിടിച്ചു. കാരണം ഉസായുടെ മാനസികമായ ചിന്ത ഇതൊരു വിഗ്രഹമാണ്. പക്ഷെ ദൈവം പറയുന്നത് ഇത് വിഗ്രഹമല്ല, ഇത് ദൈവത്തിൻ്റെ പെട്ടകമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ ഒബേദോദോം ആ പെട്ടകം കൊണ്ടുവച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാനും വർണ്ണിക്കാനും പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങി. ഒബേദോദോം അനുഗ്രഹിക്കപ്പെട്ടു. തീർച്ചയായിട്ടും അതിന് നല്ല വശമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഉസ കണ്ടതുപോലെ ആ പെട്ടകത്തെ അത് വെറും വിഗ്രഹമായി കണ്ടു കഴിഞ്ഞാൽ, അത് ചരിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കാര്യമുണ്ട്, ഞാൻ പോയി തങ്ങിയാലേ അതിന് പറ്റത്തുള്ളൂ എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മളിന്ന് ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ. ഞാനത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ എടുത്ത് ഉയർത്തുന്ന സമയത്ത് ഇതാ ചില ആളുകൾ ഒരു കൗണ്ടറിൽ നിന്നും 10 രൂപ കൊടുത്ത് മാല വാങ്ങി അവിടെയുള്ള വിഗ്രഹങ്ങളെ ഇട്ട് പൂജിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനിരിക്കുക. അപ്പോൾ ഈ വിശ്വാസികൾ എങ്ങനെയാണ് പോകുന്നത്? ഇത്തരം തെറ്റായ ധാരണകൾ ഉസ ചെയ്തതിൻ്റെ തുല്യമായി ഇവർ ചെയ്യുന്നത്. ഉസ അന്ന് എന്ത് ചെയ്തോ അതിന് തുല്യമാണ് ഇവർ ചെയ്യുന്നത്. യേശുവിൻ്റെ ശരീരരക്തങ്ങളിൽ യേശുവിനെ കാണാൻ സാധിക്കുന്നില്ല, സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ എന്ത് ക്രിസ്ത്യാനിറ്റി, എന്ത് സാഹോദര്യമാണ് നിങ്ങൾ ഈ പ്രഘോഷിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചു വരണം, വിഗ്രഹത്തിൽ നിന്ന് ഓടി അകലുവിനെന്ന് അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിച്ച ആ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഈ റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്ന ഈ വ്യക്തി പിച്ചള സർപ്പത്തെ കൊണ്ടുവന്നില്ല. അതെനിക്കൊരു സങ്കടമാണ്. കാരണം സാധാരണ സ്ഥിരം ക്യാപ്സ്യൂൾ ക്വസ്റ്റ്യൻസിൽ പിച്ചള സർപ്പത്തെ കൊണ്ടുവരാറുണ്ട്. ഇത് പല പ്രാവശ്യം നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടായിരിക്കാം ഇത്തരക്കാർ ഇപ്പോൾ പിച്ചള സർപ്പത്തെ കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം ഈ പിച്ചള സർപ്പത്തെ ഇസ്രായേൽ ജനം ആരാധിക്കാനും അല്ലെങ്കിൽ അതിനെ വണങ്ങാനും തുടങ്ങി കഴിഞ്ഞപ്പോൾ ഹെസക്കിയ രാജാവ് ഇതിനെ തകർത്ത് കളഞ്ഞു, ഇതിനെ ഇല്ലാതെയാക്കി. അത് വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന് 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതേ പിച്ചള സർപ്പത്തെ ഇല്ലാതെയാക്കിയതിനെ കുറിച്ച് വചനത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഒരു കാലത്ത് ഇത് ന്യായീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പിച്ചള സർപ്പത്തെ നശിപ്പിച്ചത് പലരും വായിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇന്ന് ഈ വിഗ്രഹത്തെ ന്യായീകരിക്കുന്ന പലർക്കും പിച്ചള സർപ്പത്തെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ട് പിന്നീട് ഇസ്രായേലിലെ തെറ്റിദ്ധാരണയിലേക്ക് വഴിതെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ ഇതിന് കൃത്യമായി ഒരു വ്യക്തമായൊരു കാര്യം ഹെസക്കിയ രാജാവ് ചെയ്തു എന്നുള്ളത് ദൈവവചനത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇന്ന് ഇത്തരക്കാരെ ഇതിനെ ന്യായീകരിക്കുന്നില്ല, അതായത് ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. പിന്നെ ചില ആളുകൾ ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞ അതേ ദൈവം തന്നെ ആ പിച്ചള സർപ്പം ജനങ്ങളെ തെറ്റിലേക്ക് നയിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ തകർക്കാനും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പിച്ചള സർപ്പം എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് വ്യക്തമായിട്ട് വചനത്തിൽ നമുക്കുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മൾ വേറെ ക്ലാസ് ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഇടാം. കാരണം ബൈബിൾ വെച്ചിട്ട് കൃത്യമായ വചനം വെച്ചിട്ട് നമ്മൾ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രിയമുള്ളവർ, ആ പിച്ചള സർപ്പത്തെ തകർക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ തകർത്ത ഹെസക്കിയയെ നമുക്കിപ്പോൾ വചനത്തിൽ വായിക്കാൻ സാധിക്കും. ഇനി ആ ഹെസക്കിയ ഇങ്ങനൊരു ന്യായീകരണമുണ്ട്. അതായത് ആ ഹെസക്കിയയോട് ദൈവം പറഞ്ഞിട്ടൊന്നുമില്ല പിച്ചള സർപ്പത്തെ തകർക്കാനായിട്ട്.
ഹെസക്കിയ സ്വന്തം ഇഷ്ടപ്രകാരം ആവേശപൂർവ്വം ചെയ്തതാണ്. അതൊരിക്കലും ദൈവം പറഞ്ഞിട്ടല്ല. ഉണ്ടാക്കാൻ പറഞ്ഞ ദൈവമാണ്, പക്ഷെ തകർക്കാൻ പറഞ്ഞ ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ക്ലബ് ഹൗസ് ചർച്ചകളിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ചില ന്യായീകരണ വെള്ളപൂശൽ തൊഴിലാളികൾ, ചില ക്രിസ്ത്യാനികളാണ്, ചില പയ്യന്മാർ, ചില ആളുകൾ അത് ചെയ്യുന്നുണ്ട്. ഇനി ഈ വീഡിയോ അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് തീർച്ചയായിട്ടും. പക്ഷേ അത് ആധികാരികമായിരിക്കണം, അതല്ലാതെ വെറുതെ കഥ പറഞ്ഞിട്ട് പോകരുത്. ഈക്വലായിട്ട് നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ ഹെസക്കിയായെ നമ്മൾ തള്ളിക്കളയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹെസക്കിയായ്ക്ക് ആയുസ് നീട്ടിക്കൊടുത്തൊരു ദൈവത്തെ കാണാൻ സാധിക്കും. പ്രവാചകൻ വന്ന് ഹെസക്കിയോട് പറഞ്ഞു, അല്ലയോ ഹെസക്കിയ, നിന്റെ രാജ്യത്വം അവസാനിക്കുന്നു, നിന്റെ ആയുസ് തീരാൻ പോവുക, അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ ഒരുക്കിക്കൊള്ളുക, കാര്യങ്ങൾ വ്യക്തമാക്കുക. ഹെസക്കിയ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തിയല്ല ചെയ്തത്, അവൻ്റെ തോന്നിഷ്ടം ചെയ്തത് ആ ഒരു വ്യക്തിയാണെങ്കിൽ, തോന്നിവാസം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ എന്തിന് പ്രവാചകനെ അയച്ച് ദൈവം അവൻ്റെ ആയുസ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പാട് കൊടുത്തു. വീണ്ടും പ്രവാചകൻ പ്രവചിച്ചു പോയി. ആ പടി കടക്കുന്നതിന് മുൻപേ ഹെസക്കിയ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അവൻ ചുമരിൻ്റെ അടുത്തോട്ട് തിരിഞ്ഞ് ദൈവത്തോട് പറഞ്ഞു, അല്ലയോ ദൈവമേ, ഞാൻ നിന്റെ മുൻപിൽ നീതിയോടല്ലേ പ്രവർത്തിച്ചത്, ന്യായമല്ല ഞാൻ ചെയ്തത്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഈ വിധി വന്നു എന്ന് ചോദിച്ചപ്പോൾ ദൈവം പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ നീ തിരിച്ചു ചെല്ലുക, അവൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കാൻ നീ പ്രവചനം പുതിയത് കൊടുക്കുക. അതായത് തൻ്റെ പ്രവചനത്തെ തിരുത്താൻ പോലും ദൈവം തയ്യാറായി. ആർക്ക് വേണ്ടി? ഹെസക്കിയായ്ക്ക് വേണ്ടി. ഈ ഹെസക്കിയായെ കുറിച്ചാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ ചില യുവാക്കൾ എന്ന് പറയുന്നത് ഹെസക്കിയ തോന്നിവാസം ചെയ്തു. സങ്കടമുണ്ട് ഇത് കേൾക്കുമ്പോൾ. കാരണം വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ എങ്ങനെയെങ്കിലും ഇതിനെ വെളുപ്പിക്കണം, അതിനുവേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. സത്യത്തിൽ ഈ പറയുന്ന വ്യക്തി ഈ പിച്ചള സർപ്പത്തെ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ പല വീഡിയോകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ആ വീഡിയോ കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇപ്പോൾ പിച്ചള സർപ്പത്തെ മുന്നോട്ട് കൊണ്ടുവരാത്തത്. 10 കൽപ്പനകൾ, മന്ന, അഹറോൻ്റെ തളിർത്ത വടി, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഇരുവശവും കെരൂബുകളുടെ രൂപങ്ങളാൽ അലങ്കരിച്ച സാക്ഷ്യപേടകം ജെറുസലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ഈ പേടകത്തിന് മുൻപിൽ പുരോഹിതർ ധൂപം അർപ്പിച്ചിരുന്നത് തെറ്റായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതായത് ഈ ജെറുസലേം ദേവാലയത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ, മന്നയും അഹറോൻ്റെ തളിർത്ത വടിയും അല്ലെങ്കിൽ ഇതൊക്കെയും, അല്ലെങ്കിൽ 2 കെരൂബുകൾ ഉണ്ടായിരുന്നല്ലോ ഈ പെട്ടകത്തിന് മുമ്പിൽ. അപ്പോൾ ഇതിന് മുമ്പിൽ കുമ്പിട്ടു, അല്ലെങ്കിൽ ഇതിനു മുമ്പിൽ ധൂപാർച്ചന ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ബലിയർപ്പിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് തെറ്റാണോ, വിഗ്രഹാരാധനയാണോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 22 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് മോശയോട് പറഞ്ഞു, ഇസ്രായേൽക്കാരോട് പറയുക, ഞാൻ ആകാശത്ത് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ തന്നെ കണ്ടല്ലോ. നിങ്ങൾ വെള്ളി കൊണ്ട് എനിക്കൊപ്പം ദേവന്മാരെ നിർമ്മിക്കരുത്, സ്വർണം കൊണ്ട് ദേവന്മാരെ ഉണ്ടാക്കരുത്. നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ബലിപീഠം ഉണ്ടാക്കണം, അതിന്മേൽ ആടുകളെയും കാളകളെയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കണം. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നതെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ വളരെ വ്യക്തമായി 2-3 കാര്യങ്ങൾ. അതായത് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന് പകരമായി സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു രൂപവും നിങ്ങൾ നിർമ്മിക്കരുത്. ഇന്ന് ഈ ദേവാലയങ്ങളിൽ നടക്കുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ 2 കെരൂബുകളെ ഉണ്ടാക്കി കെരൂബുകളുടെ മുൻപിലാണോ ആരെങ്കിലും ധൂപാർച്ചന ചെയ്യുന്നത്? ഇത് തികച്ചും ന്യായീകരിക്കാൻ വേണ്ടി ഇദ്ദേഹം കമൻറ്റ് ചെയ്തതാണെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ദേവാലയത്തിൽ കെരൂബിനെയാണോ ധൂപാർച്ചന ചെയ്യുന്നത്? അല്ല. ഇവിടെ ചെയ്യുന്നത് നൊവേനകളിലും അല്ലെങ്കിൽ ദേവാലയങ്ങളിലും ഒക്കെ നടക്കുന്ന കാര്യം എന്താണ്? യേശുവിൻ്റേതെന്ന് പറയപ്പെടുന്ന ഒരു രൂപം എടുത്ത് വയ്ക്കുന്നു, ഒരു തൂങ്ങപ്പെട്ട രൂപം എടുത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ മാതാവിൻ്റെതെന്ന് പറയപ്പെടുന്ന ഒരു രൂപം എടുത്ത് വയ്ക്കുന്നു, വിശുദ്ധരുടെ രൂപം വയ്ക്കുന്നു. ഇതിൻ്റെയൊക്കെ മുൻപിൽ, ഈ വിഗ്രഹങ്ങളുടെ മുൻപിലാണ് ധൂപാർച്ചന നടക്കുന്നത്, ഈ വിഗ്രഹങ്ങളുടെ മുൻപിലാണ് വണക്കം നടക്കുന്നത്, മാലയിടൽ നടക്കുന്നത്, ഇതിൻ്റെ മുമ്പിലാണ് കുമ്പിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആരാധന നടക്കുന്നത്, വണക്കം നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ വിമർശിച്ചത്. സ്ഥിരമായിട്ടൊരു ഫാലസി ഉണ്ട്. അതായത് നമ്മൾ എന്തിനെ പറയുന്നു അതിനെ തൊടത്തില്ല, പകരം വേറെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലേ, ഇത് തെറ്റാണോ, ഇത് തെറ്റാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ചോദ്യമാണ് ഇദ്ദേഹം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി 25-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പുറപ്പാട് പുസ്തകം 20-ന്റെ 25-ാം വാക്യം, കല്ലുകൊണ്ട് ബലിപീഠമാണ് എനിക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ കൊത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്, കാരണം പണിയായുധം സ്പർശിച്ചാൽ അത് അശുദ്ധമാകും. ദൈവം എന്തുകൊണ്ടാണ് ഈ കൽപ്പന കൊടുത്തത്? ചുറ്റും കെരൂബുകളെ നിർമ്മിക്കാൻ പറഞ്ഞ ദൈവം, അല്ലെങ്കിൽ അവിടെ പല കാര്യങ്ങൾ, വിളക്കുകാൽ, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞ ദൈവം തന്നെ പറയുകയാണ്, നീ ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായി നിങ്ങൾ കാണുന്ന ബലിപീഠം കല്ലുകൊണ്ട് കൊത്തി, അതായത് ആ കല്ലുകൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിനെ പണിയായുധം സ്പർശിക്കുക പോലും ചെയ്യരുത്, അതിനെ കൊത്തി ഉണ്ടാക്കരുത്. കാരണം എന്താ? അതിന് ഏതെങ്കിലും ഒരു രൂപമോ സാദൃശ്യമോ നീ കണ്ടു കഴിഞ്ഞാൽ നീ കുഴപ്പമില്ല,
അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ, അതിൽ ചില രൂപത്തെ കാണാൻ ശ്രമിക്കും. പണ്ട് എനിക്കിത് പറയുമ്പോൾ ഒരു ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ കാണിച്ചിരുന്നു ചന്ദ്രനെ, പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ ഇങ്ങനെ കാണിച്ചു, കണ്ടോ ചന്ദ്രനെ കണ്ടോ മോനെ, കുഞ്ഞെ നീ നോക്ക്. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലൊരു രൂപം വെച്ചിട്ട് ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു രൂപം കാണാൻ സാധിക്കും. അതായത് തിരുഹൃദയത്തിൻ്റെ രൂപം, ഔസേപ്പ് പിതാവ്, ഒരു ചെറിയ ഉണ്ണീശോ, മാതാവ് ഒക്കെ നിൽക്കുന്ന പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. അതായത് ചന്ദ്രനിലെ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്, ചന്ദ്രനിൽ തിരുഹൃദയത്തിൻ്റെ രൂപം തെളിഞ്ഞു വരുന്നത് കണ്ടോ. അപ്പോൾ ഞാനൊന്നിങ്ങനെ ഭയങ്കര ഭയഭക്തിയോടുകൂടി ഇങ്ങനെ കണ്ടു. പിന്നീട് ഈ കാര്യം നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവമേ അവിടെ ഇല്ല. അപ്പോൾ ആ ചന്ദ്രനിൽ തിരുക്കുടുംബത്തിൻ്റെ രൂപം കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു പക്ഷേ ഈ വീഡിയോ കേൾക്കുമ്പോൾ പലർക്കും ഈ അനുഭവം ഉണ്ടാവും. പക്ഷേ കാലാന്തരത്തിൽ കുറച്ചുകൂടി നല്ല ടെലിസ്കോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ മാനസികമായ ഒരു വികലമായൊരു ചിന്തയാണ്. അങ്ങനെ ഒരു രൂപമേ നമുക്കവിടെ കാണത്തില്ല. അങ്ങനെ ഒരു രീതിയല്ല, നമ്മൾ മനസ്സിലത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ശരിയാ, തിരുക്കുടുംബം പോലെ നമുക്ക് തോന്നാം. ഇങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് തോന്നിപ്പോകുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, നിന്റെ മനസ്സിന് അങ്ങനെ ഒരു ചിന്ത പോലും ദൈവത്തെ കാണുമ്പോൾ ഉണ്ടാകരുതെന്നുള്ളത് കൊണ്ട് ബലിപീഠം നീ നിർമ്മിക്കുമ്പോൾ എന്ത് ചെയ്യണം, കൊത്തിയ കല്ലുകൊണ്ട് പോലും നീ നിർമ്മിക്കരുത്. കൃത്യമായ കൽപ്പന കൊടുത്തൊരു ദൈവത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം, ബുക്ക് ഓഫ് വിസ്ഡം, അതിൻ്റെ 14-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തതയുടെ ആരംഭം, അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത്. അറിയുമ്പോൾ ഇത് പെന്തക്കോസ്തക്കാർ പറയാത്തൊരു വാക്യമാണ്. കാരണം പെന്തക്കോസ്തക്കാർക്ക് ഇത് ഡ്യൂട്രോ കാനോനായിട്ടാണ് അറിയപ്പെടുന്നത്. കാനോനികമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ അവർ ഉൾക്കൊള്ളുന്നില്ല. 66 പുസ്തകങ്ങളാണ് അവിടെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ കാത്തലിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന POC ബൈബിളിൽ അതിനകത്ത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 14-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത് വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തതയുടെ ആരംഭം, അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത്. ഇന്ന് വിഗ്രഹത്തെ ആരാധിക്കുന്ന, വിഗ്രഹത്തെ വണങ്ങുന്ന, സ്വരൂപമാണെന്ന് പറഞ്ഞ് വണങ്ങുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിൽ വലിയ പ്രതിസന്ധികളും വലിയ പ്രശ്നവും. കാരണം ദൈവം പറയുക ഇത് വിഗ്രഹാരാധന തന്നെയാണ്. CCC വരെ പറയുകയാണ്, നീ എന്ത് ചെയ്യാണ്, വിഗ്രഹത്തെ അതിനെ ബഹുമാനിക്കുമ്പോൾ, ആ സൃഷ്ടിയെ ബഹുമാനിക്കുമ്പോൾ നീ എന്ത് ചെയ്യാണ്, നീ വിഗ്രഹാരാധന തന്നെയാണ് ചെയ്യുന്നത്. നീ വിഗ്രഹാരാധന ചെയ്താൽ അതിൻ്റെ പ്രതിസന്ധി നിന്റെ കുടുംബത്തിൽ ഉണ്ടാകും, അതിൻ്റെ പ്രശ്നം നിനക്ക് വരും എന്ന് ഞാനല്ല പറയുന്നത്. CCC തന്നെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സ്ഥിരം ക്യാപ്സ്യൂൾ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് CCC പറയുന്നു, വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഇനിയുമുണ്ട് ഒരുപാട് തെളിവുകൾ. ഈ തെളിവുകൾ നമുക്ക് വേണമെങ്കിൽ, ഇനി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധന ഗ്രന്ഥമായ, അതായത് വേദപുസ്തകത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വേദപുസ്തക ഭാഷ്യം എന്ന് പറയുന്ന ഫാദർ ആൻ്റണി തേറാത്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് കൃത്യമായ തെളിവുകളടക്കം ഞാൻ അതിൻ്റെ ഫോട്ടോ വരെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ റിപ്പീറ്റേഷൻ ആവുകയുള്ളൂ എന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, അത് വീണ്ടും അത് പറയാൻ ശ്രമിക്കാത്തത്. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് വളരെ വ്യക്തമാണ് വിശുദ്ധ വേദപുസ്തകം പഴയ നിയമത്തിൻ്റെ ഒരു വാക്യവും എടുത്തു വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല വിഗ്രഹാരാധനയെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ഈ യഹൂദ ദേവാലയത്തിലോ അല്ലെങ്കിൽ യഹൂദരുടെ സിനഗോഗുകളിലോ എവിടെയെങ്കിലും ഒരു വ്യക്തിയുടെ ചിത്രമോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ചിത്രമോ അല്ലെങ്കിൽ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുക, ഒരൊറ്റ വ്യക്തിക്ക് കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സിനഗോഗോ ദേവാലയമോ അല്ലെങ്കിൽ ജെറുസലേം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ച. അതല്ല, സോളമൻ അവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്തിനവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ച്? സോളമൻ ഇതാ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ അവിടെ മുന്തിരിക്കൊല സ്ഥാപിച്ചു. അപ്പോൾ അത് വിഗ്രഹാരാധന. അതാണ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നല്ലാതെ ഒരിക്കലും വാല്യുബിൾ ആയിട്ടുള്ളൊരു കണ്ടന്റ് നമുക്ക് അതിനകത്ത് പറ്റത്തില്ല. കാരണം ദൈവം പറഞ്ഞത് ആരാധിക്കാൻ ദൈവത്തിന് പകരമായി ഒന്നും ചെയ്യരുത്. ഇന്ന് നമ്മൾ പറയുന്നത് ഞങ്ങളതിനെ ആരാധിക്കുന്നില്ല, ക്രിസ്ത്യാനി ഞങ്ങളതിനെ ആരാധിക്കുന്നില്ല, പകരം എന്ത് ചെയ്യുക, അതിനെ വണങ്ങുന്നു അല്ലെങ്കിൽ അതിനെ വെറുതെ വയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് എപ്പോഴും ദൈവത്തെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ ഓർക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള രൂപങ്ങളും സ്വരൂപങ്ങളൊക്കെ ഞങ്ങൾക്ക് സഹായകരമാണ്. അതിനുവേണ്ടി ദേവാലയത്തിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഓഡിയോകളുണ്ട്. അതായത് കത്തോലിക്കനാണെങ്കിൽ നിൻ്റെ വീട്ടിൽ തിരുഹൃദയത്തിൻ്റെ രൂപം ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നീ കത്തോലിക്കനല്ല എന്ന് പറയുന്ന പുരോഹിതരുടെ ഓഡിയോ വേണമെങ്കിൽ നമുക്കത് പബ്ലിഷ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരാം. അതൊരു വ്യക്തിയുടെ ഓഡിയോ ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, അത് കാര്യമായ പബ്ലിഷ് കൊടുക്കാത്തത്. വേണമെങ്കിൽ, നിർബന്ധമാണെങ്കിൽ നമുക്കതും ചെയ്യാം. തുടർന്നുള്ള വീഡിയോകളിൽ എനിക്കതിനൊരു മടിയൊന്നുമില്ല. കാരണം
ദേവാലയങ്ങളിൽ നിന്നും വെഞ്ചിരിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തിരുഹൃദയത്തിൻ്റെ രൂപം ഇല്ലാത്തത് കൊണ്ട് അത് ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞ പുരോഹിതർ ഉണ്ട്. എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു. പിന്നെ നീ ഇത് ചെയ്യത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സൈലൻ്റായിട്ട് സമ്മതിച്ച പുരോഹിതരെ എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുൻപിൽ നേർസാക്ഷ്യങ്ങളായിട്ട് കിടക്കുമ്പോൾ നമ്മൾ പറയരുത് അത് വെറുതെ വെച്ചിരിക്കുന്നതാണ്, ചുമ്മാ കാണാൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലക പോലെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കാം. പക്ഷേ അത് ഇവിടെ എടുക്കുന്നില്ല. കാരണം ഇത് ഇവിടെ വിലപ്പോകത്തില്ല. പുതിയ നിയമത്തിൽ റോമാലേഖനം 1:23-24 വാക്യങ്ങൾ, അപ്പസ്തോല പ്രവൃത്തി 17-ാം അധ്യായം 24-ാം വാക്യം, അതായത് ദൈവം കൈവേലകൾ കൊണ്ടുള്ള നിർമ്മിച്ച ഒന്നിലും അല്ല വസിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ റോമാലേഖനം പറയുന്ന പോലെ ദൈവത്തിന് പകരമായി അവൻ എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം മനുഷ്യന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ഇങ്ങനെയുള്ള രൂപങ്ങൾക്ക് അവൻ കൊടുത്തു എന്ന് പറയുന്ന വാക്യങ്ങളൊക്കെ പുതിയ നിയമത്തിൽ കിടക്കുക. ഞാൻ ഈ വാക്യങ്ങൾ ഉദ്ധരിച്ച് പല ക്ലാസ്സുകൾ ഇട്ടുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാത്തത്. പ്രിയമുള്ളവർ, ഇങ്ങനെ വചനം വ്യക്തമായി നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുകയാ വിഗ്രഹാരാധന തെറ്റാണ്, തിന്മയാണ്, ഒരിക്കലും അത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ പറയുന്ന രൂപങ്ങളുണ്ടെങ്കിലേ ആരാധന വരത്തുള്ളൂ. ഈ പറയുന്ന രൂപങ്ങൾ വന്നാലേ ഞങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു ചൈതന്യം വരത്തുള്ളൂ. ഇത് പറയുമ്പോൾ ഞാനൊരു കൗതുകരമായൊരു സംഭവം, ഞാൻ ആളുടെ പേരൊന്നും പറയില്ല, എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന, എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സംഭവം പറയുക. 2 സിസ്റ്റേഴ്സ് എൻ്റെ വീട്ടിൽ ഒരു ഭവന സന്ദർശനത്തിന് വന്നു. അപ്പോൾ ഭവന സന്ദർശനത്തിന് വന്ന് അവർ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ തിരുഹൃദയത്തിൻ്റെ രൂപം പോയിട്ട് ഒരു രൂപവും ഇല്ല, ഒരു ഫോട്ടോ ഇല്ല. അപ്പോൾ നിങ്ങളെന്താ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യരുത്, രൂപം വെക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൊച്ചു മകനോട് പറയാൻ തുടങ്ങി. അന്ന് എൻ്റെ മോന് ചെറിയ വയസ്സാവും. അപ്പോൾ ഞാനില്ലാത്ത സമയത്ത് അവർ വന്ന് അപ്പോൾ ഇങ്ങനെ ചർച്ചയൊക്കെ പറഞ്ഞു, ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് അത് ശരിയല്ല, ഒരു കത്തോലിക്കൻ്റെ വീട്ടിൽ രൂപം വേണം, അതാണ് നമ്മുടെ കത്തോലിക്കരുടെ മുഖമുദ്ര എന്നൊക്കെ പറഞ്ഞിങ്ങനെ സിസ്റ്റർ കുറേ പറയാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞ് നീ പപ്പയോട് പറയണം ഒരു രൂപം കൊണ്ടുവന്ന് വെക്കണം. എൻ്റെ മോൻ പറഞ്ഞു, ഇല്ല ഞാൻ എൻ്റെ പപ്പയോട് പറയത്തില്ല, എൻ്റെ വീട്ടിൽ രൂപം വയ്ക്കത്തില്ല, കാരണം എൻ്റെ ആവശ്യമില്ല. അതല്ല, ക്രിസ്തുവാണ്, വിശുദ്ധ വേദപുസ്തകമാണ്, ബൈബിളാണ്, ദൈവമാണ്, ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് അവൻ ശക്തമായിട്ട് പറഞ്ഞു. എൻ്റെ അമ്മയും എൻ്റെ വൈഫും ഇങ്ങനെ സംസാരിച്ച്. അപ്പോൾ സാധാരണ ഭവന സന്ദർശനം വന്നു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് വന്ന് സംസാരിച്ച് ഭവനത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രതിവിധികൾ പറഞ്ഞ് പരിഹാരം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ അവർ തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? കുറേ നേരം ചർച്ച ചെയ്ത് സിസ്റ്റേഴ്സ് എന്നാൽ ശരി, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോയി. ഇറങ്ങി പുറത്ത് വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് പോയി സിസ്റ്ററിൻ്റെ കൈമ പിടിച്ചു. അല്ല സിസ്റ്റർ പോലെ, പ്രാർത്ഥിക്കാൻ വന്നതല്ലേ, പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ മകൻ്റെ നിർബന്ധപ്രകാരം പ്രാർത്ഥനാ മുറിയിൽ വന്ന് പ്രാർത്ഥിച്ചൊരു സംഭവം ഉണ്ടായി. അവരെ സംബന്ധിച്ച് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് എന്ത് ചെയ്യുക, അവിടെ യേശുവിൻ്റെ രൂപമില്ല, യേശുവിനെ എന്നറിയപ്പെടുന്ന തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം അവിടെ ഇല്ല. അവർക്ക് പ്രാർത്ഥന വരത്തില്ല. അവർക്ക് പ്രാർത്ഥന പറഞ്ഞാൽ ഇത് വേണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കാതെ തിരിച്ചു പോയത്. പക്ഷേ എൻ്റെ മകൻ, ആ കുഞ്ഞു മനസ്സ് കുഞ്ഞിൻ്റെ സിസ്റ്ററിനെ കൈ പിടിച്ച് തിരിച്ചു വന്നു. ഒരു മിനിറ്റ്, 1-2 മിനിറ്റ് സിസ്റ്റർ പ്രാർത്ഥിച്ചു എന്ന് വരുത്തി സിസ്റ്റർ തിരിച്ചുപോയി. തികച്ചും കൗതുകരമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ. കാരണം ഇന്ന് ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു രൂപം വേണം, അല്ലെങ്കിൽ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം ഇല്ലെങ്കിൽ ഇവന് പ്രാർത്ഥന വരത്തില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ്. പ്രിയമുള്ളവർ, ഈ സ്ഥിരം ന്യായീകരിക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ട്യൂറിനിലെ കച്ച ഇത് സ്ഥിരമായൊരു ന്യായീകരണമാണ്. അപ്പോൾ നമുക്ക് ആ ട്യൂറിനിലെ കച്ചയെക്കുറിച്ച് കൂടെ ഒന്ന് ചിന്തിച്ചു പോകാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു മറുപടിയുടെ